ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 92, ഫലമില്ലാത്ത പ്രാർത്ഥനകൾ. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൻ്റെ സമീപത്തുള്ള ചാപ്പലുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് മിക്ക പൈലറ്റുമാരും അവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ചാപ്ലിൻ അവരിൽ കുറേ പേരെ വിളിച്ച്, നിങ്ങൾ എയറോനോട്ടിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടോ, വിമാനത്തിൻ്റെ എൻജിൻ നിലച്ചാൽ എന്ത് സംഭവിക്കും എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും അവർ മറുപടിയും പറഞ്ഞു. അവസാനം ഒരു ചോദ്യം വന്നു, ഈ നിയമങ്ങളെല്ലാം ഇവിടെ സ്ഥാപിച്ചതാരാണ്? ദൈവം, അവർ മറുപടി പറഞ്ഞു. ചാപ്ലിൻ ഒരു ചോദ്യം കൂടി എടുത്തിട്ടു, ദൈവം സ്ഥാപിച്ച നിയമങ്ങൾ ദൈവം തന്നെ ലംഘിക്കുമോ? ചാപ്ലിൻ ചോദിച്ചതിൻ്റെ മുന അവർക്ക് മനസ്സിലായി. ചാപ്ലിൻ ചോദിച്ചു, ഓരോരുത്തരും അവരവരുടെ സ്വാധീനം ഉപയോഗിച്ച് പ്രപഞ്ചം നടത്തി തുടങ്ങിയാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ സ്ഥിതി? ഏത് പ്രതികൂല സാഹചര്യത്തിലും വിമാനം നിലത്തിറക്കാൻ വേണ്ട ആത്മധൈര്യത്തിനു വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഫലം കണ്ടേക്കാം. ചാപ്ലിൻ പറഞ്ഞു, ഇവിടെ ഒരു വലിയ ചിന്തയുണ്ട്. ഇവിടെ നടക്കുന്ന സർവ്വ ചലനങ്ങൾക്കും അനുസൃതമായ മാറ്റങ്ങൾ പ്രപഞ്ചത്തിലാകെ സംഭവിക്കുന്നുവെന്നതാണത്. ഇവിടെ ഒരു തിരി കത്തിച്ചു വച്ചാൽ അതിൻ്റെ പ്രകാശം എവിടം വരെ ചെല്ലുമെന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞനോട് ചോദിക്കുക, പ്രപഞ്ചം മുഴുവനുമെന്നേ അവൻ പറയൂ. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശിയെയും ഭാര്യയെയും വെടിവെച്ച് കൊന്നിടത്തു നിന്നാണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. ചെറുതെന്ന് കരുതുന്ന ഓരോ സംഭവവും വലിയ മാറ്റങ്ങളാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത്, നാം ചെറുതെന്ന് കരുതി വരുത്തുന്ന ഒരു മാറ്റവും നാം അപ്പോൾ കണ്ട ഫലം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന്. കാര്യകാരണ ശൃംഖലയുടെ ചങ്ങലയിലാണ് ഇവിടെ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും. പ്രപഞ്ചത്തിലായിരിക്കുന്നതും നടക്കുന്നതുമെല്ലാം കൃത്യമായ സമയത്തും സ്ഥലത്തുമാണെന്നുള്ളത് നിസ്തർക്കമായ സത്യം. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടുന്നതൊക്കെ. രോഗങ്ങളായാലും ദുരന്തങ്ങളായാലും ഈശ്വരൻ തരുന്നത് പ്രതിബന്ധങ്ങളാണെന്നും അവയെ അതിജീവിച്ചാണ് ശക്തി ആർജിക്കേണ്ടതെന്നുമുള്ളത് ഒരു പ്രമാണം തന്നെ. കാറ്റ് കാണാത്ത മാമരത്തിൻ്റെ വേരുകൾ പ്രതലത്തിൽ തന്നെ ചുരുണ്ടുകൂടിയിരിക്കുകയല്ലേ ഉള്ളൂ. ഒരു കൊച്ചു കാറ്റ് പോരെ അതിനെ തള്ളിയിടാൻ. 2 സന്യാസിമാർ ഒലിവ് ചെടികൾ നട്ട കഥ ഇങ്ങനെ. ഒരു സന്യാസി പ്രാർത്ഥിച്ചു, ഈശ്വര, ഇതിന് മഴ വേണം. ചോദിച്ചത്ര മഴയും ഈശ്വരൻ കൊടുത്തു. ഈശ്വര, ഇതിനൽപ്പം വെയിൽ വേണം. വെയിൽ കിട്ടി. ഇതിനൽപ്പം മഞ്ഞ് വേണം. മഞ്ഞും കിട്ടി. ആ ചെടി ഇങ്ങനെ തിളങ്ങി നിന്നു. പക്ഷേ ആ ചെടി വാടിപ്പോയി. ഒപ്പം ഒലിവ് ചെടി നട്ട സന്യാസിയുടെ അടുത്തേക്ക് ഈ സന്യാസി ചെന്നു. ആ ചെടിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. അതിന് വേണ്ടതെന്തോ അത് കൊടുക്കാനായിരുന്നു ആ സന്യാസി ദൈവത്തോട് പ്രാർത്ഥിച്ചത്. സംഗതിയൊക്കെ ശരി തന്നെ. കർമ്മം ചെയ്യുകയാണ് ഇവിടെ ആയിരിക്കുന്നതിൻ്റെ ലക്ഷ്യവും. മുമ്പേ ഫലം നിശ്ചയിക്കപ്പെട്ട പാതയിലൂടെയുള്ള ഈ യാത്ര ഒരു കാരണവശാലും യുക്തിക്ക് ഇണങ്ങണമെന്നുമില്ല. നന്ദി. വീണ്ടും കാണാം.